യെസ്, അദ്ദേഹം ഒന്നും പ്രതികരിക്കുന്നില്ല. മാധ്യമങ്ങളോട് തൽക്കാലം സംസാരിക്കേണ്ട എന്നാണ് തീരുമാനം എന്ന് മനസ്സിലാക്കുന്നു. നേരത്തെ വി ഡി സതീശനും സംസാരിച്ചിരുന്നില്ല. ഒരുപക്ഷെ ACCയുടെ തീരുമാനം നടപ്പിലാക്കിയ ശേഷം, രാജിക്ക് ശേഷമായിരിക്കാം ഒരുപക്ഷെ സണ്ണി ജോസഫ് പ്രതികരിക്കുക, ഇല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കുക എന്നാണ്. കാത്തിരുന്ന് കാണാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹം വണ്ടിയിൽ കയറി പോവുകയാണ്. രാവിലെയും അദ്ദേഹം ഒരു തരത്തിലും പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. ഇപ്പോഴും അത് തുടരുകയാണ്. എന്ത് വിഷയമുണ്ടെങ്കിലും യെസ്, ഒരു തരത്തിലും പ്രതികരിക്കുന്നില്ല. കാരണം വലിയ ആലോചനകൾ നടന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും കോൺഗ്രസിനകത്ത് തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ട്. എല്ലാവരും, അതായത് കടുത്ത നിലപാടിലേക്ക് കോൺഗ്രസ് നേതാക്കൾ കടക്കുന്നു എന്നുള്ളതാണ്. ചെന്നിത്തല ഉൾപ്പെടെ കടുത്ത നിലപാടിലേക്ക് കടന്നിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. KR സാജു ചേരുന്നുണ്ട്. സാജു, ഒരാൾ പോലും ഒരക്ഷരം പോലും മിണ്ടുന്നില്ല എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവായാലും KPCC അധ്യക്ഷനായാലും മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയായാലും ഒരാൾ പോലും മിണ്ടിയിട്ടില്ല. ഡൽഹിയിൽ ഷാഫി പറമ്പിലുണ്ട്. ഷാഫി പറമ്പിലും മിണ്ടാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഒരുപക്ഷെ നടപടി നടപ്പിലാക്കിയതിന് ശേഷം മാധ്യമങ്ങളെ കാണാം എന്ന് കരുതിയിട്ടായിരിക്കും. എങ്ങനെയാണ് നേതാക്കൾ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത്? അത് എത്രത്തോളം കടുപ്പിക്കാനാണ് സാധ്യത? ഇപ്പോൾ രമേശ് ചെന്നിത്തല കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം ഹൈക്കമാൻഡിനോട് ഉടൻ നടപടി വേണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. നടപടി വൈകുന്ന ഓരോ നിമിഷവും പാർട്ടിക്ക് ദുഷ്പേരുണ്ടാക്കും, പാർട്ടി അതാകെ പ്രതിരോധത്തിലാക്കും എന്ന നിലപാടാണ് രമേശ് ചെന്നിത്തല സ്വീകരിച്ചിരിക്കുന്നത്. അത് ഹൈക്കമാൻഡിനെ AICC നേതൃത്വത്തെ അദ്ദേഹം അറിയിച്ചു. ഉടനടി നടപടിയെടുത്തുകൊണ്ട് ആ സ്ഥാനത്തു നിന്നും ആ യുവ നേതാവിനെ രാഹുൽ മാങ്കൂട്ടത്തെ നീക്കണം എന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സമാനമായ നിലപാട് നേരത്തെ VD സതീശൻ എടുത്തിരുന്നു. VD സതീശനും രാഹുൽ മാങ്കൂട്ടത്തെ കൈവിട്ടുകൊണ്ട് നടപടികളിലേക്ക് പോകാം എന്ന നിലപാടിലേക്ക് എത്തിച്ചേർന്നു. രാജിക്ക് വേണ്ടി ഇനി കാത്തിരുന്നു വൈകരുത് എന്ന ഒരു നിലപാട് കൂടി രൂപപ്പെടുന്നുണ്ട് എന്ന് വേണം നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കാൻ. ഹൈക്കമാൻഡിനോട് ഇനി നടപടിയെടുത്തില്ലെങ്കിൽ അത് പാർട്ടിക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം കൂടിയായ രമേശ് ചെന്നിത്തല ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. VD സതീശന്റെ പ്രതികരണം അല്പസമയത്തിനകം ഉണ്ടാകും. ഇപ്പോൾ അദ്ദേഹം സീനിയർ ജേർണലിസ്റ്റ് ഫോറത്തിന്റെ പരിപാടിയിൽ തിരുവനന്തപുരത്ത് പങ്കെടുക്കുകയാണ്. അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ പ്രതികരിക്കാം എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അറിയിച്ചിരിക്കുന്നത്. അതായത് ആദ്യ പ്രതികരണം ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്ന് തന്നെ പരസ്യമായത് ഉണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതാണ്ട് മുതിർന്ന നേതാക്കൾ എല്ലാം തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ ഉടനടി നീക്കണം എന്ന നിലപാടിലേക്ക് മാറിയിരിക്കുന്നു എന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിക്കായി കാത്തിരിക്കുക എന്ന സമീപനത്തിന് അപ്പുറത്തേക്ക് പ്രതികരണം എന്നുള്ളതാണ്. ഒരു പ്രസ് മീറ്റിലേക്ക് കാര്യങ്ങൾ കടക്കേണ്ടതുണ്ട്. എല്ലാ വിഷയത്തിലും കൃത്യമായ നിലപാടുള്ള കോൺഗ്രസിന് ഈ വിഷയത്തിൽ നിലപാട് പറയാതെ പോകാനും സാധിക്കില്ല. എപ്പോഴായിരിക്കും അങ്ങനെയെങ്കിൽ രാജിയും അതിനുശേഷമുള്ള കോൺഗ്രസിന്റെ പ്രതികരണവും? രാജി ഏതാണ്ട് വേഗത്തിൽ തന്നെ ഉണ്ടാവും. കോൺഗ്രസിന്റെ പ്രതികരണവും അധികം വൈകില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആദ്യ പ്രതികരണം പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകും എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ കണക്കുകൂട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനമായും നമ്മൾ ഈ ഘട്ടത്തിൽ പരിശോധിക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ നടി ആരോപണം ഉന്നയിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേരുണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് പ്രവാസിയായ എഴുത്തുകാരി ആരോപണം ഉന്നയിക്കുമ്പോൾ അതിലേക്ക് രാഹുൽ മാങ്കൂട്ടം എന്ന പേര് കടന്നു വരുന്നു. പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിന്റേതായ ചില ശബ്ദ സന്ദേശങ്ങൾ പലയിടത്തായി പ്രചരിപ്പിക്കപ്പെടുന്നു.